സിനിമാ നടി റിനി ആൻഡ് ജോർജ് രാഹുൽ മാങ്കൂട്ടത്തിലെ ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ രംഗത്ത് വന്ന CPM-ന്റെ പല വേദികളിലും പങ്കിട്ട റിനി ആൻഡ് ജോർജ് ഇപ്പം VD സതീശന് സപ്പോർട്ടുമായിട്ടുള്ള FB പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് റിനി ജോർജിൻ്റെ ഈ പോക്ക്? റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പേര് കുറച്ച് നാളായിട്ട് കേൾക്കാത്തതുകൊണ്ടൊരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും അവരുടെ ഒരു ഞാനിവിടെ ഉണ്ട്, ഇപ്പോൾ പറഞ്ഞതുപോലെ ആദ്യം ഫവാസ് പറഞ്ഞ പോലെ സിനിമാ നടി എന്ന് പറഞ്ഞു, യുവനടി എന്നാണ് അവരെ നമ്മൾ എല്ലാത്തിലും നമ്മൾ പറയാറുള്ളത്. പക്ഷെ അവർ അഭിനയിച്ച സിനിമ ഏതാന്നുള്ളതോ അവർ ഏതൊക്കെ സിനിമകളിൽ കണ്ടിട്ടുണ്ട്? നടി എന്നുള്ളൊരു ലേബലിൽ ഇതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത് ഉന്നയിക്കുന്നതിന് മുൻപ് ഫവാസ് കേട്ടിട്ടുണ്ടോ ശരിക്കും? സിനിമാ നടി ആണ് എന്നുള്ളത് അറിയാം, പക്ഷെ ഏത് സിനിമയിലാണെന്ന് അറിയില്ല. നമുക്ക് യുവനടി എന്നുള്ളൊരു ലേബലില് അവരെ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. അവരെ പറ്റിയിട്ട് അറിഞ്ഞു തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പേര് ഇത്രയും ചർച്ചകളിൽ വന്നു തുടങ്ങിയത് ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ആരോപണങ്ങൾ. പക്ഷെ ആരോപണങ്ങൾ പോലും രസകരമാണ്. ആരോപണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഇവർക്ക് മാത്രം പരാതി ഉണ്ടായിരുന്നില്ല. ആദ്യം ഇത് തുടങ്ങി വെച്ചത് റിനി ആയിരുന്നു, പക്ഷെ റിനിക്ക് പരാതിയും ഉണ്ടായിരുന്നില്ല. ഒഫീഷ്യലി ഒരു പരാതി കൊടുക്കാൻ റിനി ആൻഡ് ജോർജ് ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയുള്ള റിനി ആൻഡ് ജോർജ് ഇപ്പോൾ കുറച്ച് നാൾ ഇടയ്ക്കൊന്ന് സൈലൻ്റ് ആയിട്ട് ആളിരിക്കും. ആദ്യം എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിനൊപ്പമുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് തുടങ്ങിയ ആള് രാഹുലിൻ്റെ പതനം കണ്ടു കഴിഞ്ഞു എന്നുള്ള രീതി വന്നപ്പോൾ, ആ നിലയിൽ വന്നപ്പോൾ ആള് തിരുപ്പി വന്നച്ച്. അത് കഴിഞ്ഞിട്ടിപ്പോൾ അതിനിടയിൽ ഷാഫി പറമ്പിലിനൊരു ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ട് ആളൊന്നുകൂടി ഞാനിവിടെ ഉണ്ടെന്ന് അറിയിച്ചിരുന്നു. പ്രശ്നങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരുന്ന സമയത്ത് ഷാഫി പറമ്പലിന് ഹാപ്പി ബർത്ത്ഡേ ഷാഫിക്ക എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ചെയ്തു. ആ ദിവസങ്ങളിൽ ഒരാഴ്ച ഒന്നൊന്നരാഴ്ച അവരുടെ ചർച്ചകൾ വീണ്ടും അങ്ങനെ പൊങ്ങി വന്നു. റിനി വീണ്ടും ഒന്ന് ലൈം ലൈറ്റിൽ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ യുവനടി എന്നുള്ള ലേബലിൽ അവരെ പറ്റി ചർച്ച വന്നു. അപ്പോഴും ആർക്കും അറിയില്ല ഈ യുവനടി ഏതൊക്കെ സിനിമയിലുണ്ട്, ഏത് രീതിയിലാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ VD സതീശനാണ് ജനഹൃദയങ്ങളിൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ വാദങ്ങളൊക്കെ ശരിയാണ്, മീൻസ് അതിനോടൊക്കെ യോജിക്കുന്നു. VD അല്ലാണ്ട് വേറെ ആരാണ് ഇതുപോലെ ഇത്രയും കപ്പാസിറ്റിയോടുകൂടി ധൈര്യത്തോടു കൂടി UDF 102 സീറ്റുകളുമായിട്ട് ജയിക്കും എന്ന് പറയാനായിട്ട് വേറൊരാൾ ആ ഒരു വാദത്തോട് യോജിക്കുന്നു. പക്ഷെ റിനി ആൻഡ് ജോർജ് ഇങ്ങനെ ഒരു ആശംസ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വേറൊരു വശം കാണുന്നത്. എന്നുവെച്ചാൽ റിനി ആർക്കൊക്കെ ആശംസ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ നമുക്ക് പിണറായി വിജയൻ ചിലർക്ക് ആശംസ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാര്യം തീർപ്പായിടാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് റിനി പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്നാലും റിനി ആൻഡ് ജോർജ് ഇപ്പോൾ പുള്ളിക്കാരി അവിടെ ഉണ്ട്, ലൈവായിട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളൊരു അറിയിപ്പ് നടത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് യുവനടി എന്നുള്ള ലേബലിൽ ഉദ്ഘാടനങ്ങൾ പോലും കിട്ടിത്തുടങ്ങിയതും, അല്ലെങ്കിൽ ഉദ്ഘാടന മാമാങ്കങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സിങ് സ്റ്റൈലിലും ഒക്കെ വന്ന ആള് ഇറങ്ങി തുടങ്ങിയത് പോലും ആഫ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിന് ശേഷമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കൽ പോലെ വന്നിട്ട് ഇതുപോലെ ഓരോ പോസ്റ്റുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അവരുടെ പോസ്റ്റ് വരുന്നത് VD സതീശനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് VD മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ UDF-നെ തകർക്കാനല്ല ഞാൻ ശ്രമിച്ചത്, UDF-ലെ ഹിംസ്ര ജന്തുക്കളെ അല്ലെങ്കിൽ അതുപോലെയുള്ള മോശം ഹിംസാത്മക പ്രവൃത്തി ചെയ്യുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് UDF-നെ അന്തസ്സ് കാക്കാനാണ് ഞാൻ ശ്രമിച്ചതെന്നാണ് റിനി ആൻഡ് ജോർജ് കുറച്ച് നാളുകളായിട്ട് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. ഇപ്രാവശ്യം ഈ ഇലക്ഷനിൽ ഉറപ്പായിട്ടും പാലക്കാട് നിൽക്കേണ്ടിയിരുന്ന ഒരാളാണ്. ഈ ഒരു വിഷയം വന്നില്ലായിരുന്നെങ്കിൽ ആ വിഷയത്തിൻ്റെ മെറിറ്റ് ഡിമെറിറ്റ് കോടതിയിൽ കിടക്കുന്ന കാര്യമാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ എന്തായാലും റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ രാഹുൽ വിഷയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അപ്പോൾ അതിനുശേഷം യുവനടി എന്നുള്ളൊരു ലേബലിൽ അവർ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അറിയപ്പെടുന്നത് ഇതുപോലെയുള്ള ഇടയ്ക്കുള്ള പോസ്റ്റുകളിലൂടെ പൊങ്ങി വരുന്നതാണ്. എന്തായാലും VD സതീശനുമായിട്ട് ചേർത്തിട്ടും, അല്ലെങ്കിൽ VD സതീശനാണ് റിനി ആൻഡ് ജോർജിൻ്റെ റിനീനെ രാഹുലിനെതിരെ കൊണ്ടുവന്നത് എന്നുള്ള തരത്തിലൊക്കെ VD സതീശൻ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട് റിനിയുടെ പേരിൽ. റിനിക്ക് VD സതീശൻ അച്ഛനെ പോലെയാണെന്ന് അവർ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുമുണ്ട്. VD സതീശനുമായിട്ട് ഇപ്പോൾ ഉള്ള ഒരുപാട് ഫോട്ടോസ് അവർ കണ്ടിന്യൂസ്ലി ഫേസ്ബുക്കുകളിലൂടെ ഇടുന്നുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, എല്ലാ രീതിയിലും അവർ അത് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ നേതാക്കന്മാരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ എൻ്റെ ഇക്കയാണ്, ഷാഫിക്കയാണ്, ഇക്കനെ എനിക്ക് 3 വർഷമായിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ VD സതീശൻ എനിക്ക് അച്ഛനെ പോലെയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ അത്ര അടുത്ത ബന്ധമാണ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഞാൻ ഇത്രയും ബന്ധമാണ്. അങ്ങനെ ഓരോരുത്തരുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരിയുടെ ഒരു ആസ് എ ലേഡി അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം നടന്ന സമയത്തൊക്കെ ഈ ഒരു ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് റിനി ആൻഡ് ജോർജിൻ്റെ സ്റ്റാൻഡിനോട് ഒരിക്കലും ഒരു യോജിപ്പ് തോന്നിയിട്ടില്ല.
ബിക്കോസ് അവർ പറയുന്നത് ഈ അതിജീവിതകൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതിയില്ലാത്തൊരു വിഷയത്തിൽ അതിജീവിതകളുടെ പേര് പറയാതെ അല്ലെങ്കിൽ യാതൊരു ഇതും നടത്താത്ത ഒരാളുടെ ഒരു രാഷ്ട്രീയ ഭാവി, രാഹുലിനോടുള്ളൊരു പേഴ്സണൽ റിവെഞ്ചിനപ്പുറത്തേക്ക് റിനി അവിടെ ചെയ്തത് വലിയൊരു കാര്യമായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. അതിനുശേഷമുള്ള ഒരു വനിതാ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഷൈൻ ടീച്ചറുടെയും ശൈലജ ടീച്ചറുടെയും ഒക്കെ ഒപ്പം പോയി നിന്ന് ഉദ്ഘാടന വേദികളിലും അല്ലെങ്കിൽ CPM വേദികളിലും ഒക്കെ നിറസാന്നിധ്യമായിരുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ ടൈം വന്നപ്പോൾ പോലും പറവൂരെന്ന് മത്സരത്തിന് CPM സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കും എന്ന് വരെ ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പം എന്തായാലും അങ്ങനെ മത്സരിക്കാനുള്ള ചാൻസുകളും കാര്യങ്ങളും ഒക്കെ മാറി, അങ്ങനത്തെ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമായി. എന്നാലും കോൺഗ്രസ് 100% വിജയത്തോടു കൂടി തന്നെ ഭരണത്തിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഭരിക്കുന്ന പക്ഷത്തിനൊപ്പമാണ് താൻ, തനിക്ക് വീണ്ടും ഇതുപോലെ ഭയങ്കര പിടിയുണ്ട് എന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് പോലെ വി.ഡി. സതീശനൊപ്പമുള്ള കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് കോൺഗ്രസിൻ്റെ രക്ഷകയായിട്ട് വീണ്ടും റിനി ആൻ ജോർജ് അവതരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കളിച്ച കളികളെല്ലാം ഏകദേശം എനിക്ക് തോന്നുന്നു ഷഹനാസ് രാഹുലിനെതിരെ ഭയങ്കരമായിട്ട് വാദിച്ച്, അല്ലെങ്കിൽ രാഹുൽ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആളാണ് ഷഹനാസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. അവരൊക്കെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന അവരും ഒരു സ്ത്രീയാണ്. CPI നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിൽ വന്നിരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയെ രാഹുലിനെ പിന്തുണച്ചു എന്നുള്ളതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവരെ ക്രൂശിച്ചിട്ടുണ്ട്. അവർക്കൊരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കാണ്ട് ക്രൂശിച്ചിട്ടുണ്ട്. ശ്രീനാദേവിന് വ്യക്തിപരമായിട്ട് ഒരുപാട് അധിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട് ഷഹനാസ് ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ശ്രീനാദേവിയോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ളൊരു ലേഡിയാണ് അവർ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഓരോ അവരുടെ സാധാരണ ഒരു ഇവരൊക്കെ പറയുന്നത് പോലെയല്ല, ഓരോ ചർച്ചകളിലും അവർ മുന്നോട്ട് വെക്കുന്ന കൃത്യമായ നിലപാടുകളും കൃത്യമായ വിശദീകരണങ്ങളും കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശരിക്കും ഒരു ഭാവിയിലെ വാഗ്ദാനം തന്നെയാണ് അവർ, ശ്രീനാദേവി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരെ ഒരുപാട് വ്യാജാരോപണങ്ങൾ കൊണ്ടുവന്നായിരുന്നു. അവരുടെ റേഷൻ കാർഡിൽ പേരില്ലാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭയങ്കര ഒരുപാട് മോശം പരാമർശങ്ങൾ വന്നിരുന്നു. ഷഹനാസ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരുന്നു. ഇപ്പോൾ ഷഹനാസ് ഏതാണ്ട് അകത്ത് പോകും എന്നുള്ള അവസ്ഥയിൽ വ്യാജ IAS കുറേ വിവാദങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ശ്രീനാദേവിക്കെതിരെ ഉന്നയിച്ച ആരോപണവും തെറ്റായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ റെക്കോർഡ്സൊക്കെ പുറത്തു വന്നപ്പോൾ കൂട്ടുകാരി അകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി അടുത്തത് റിനി ആയിരിക്കും എന്ന് കരുതിയത് കൊണ്ടാവണം എന്തായാലും റിനി ഭരണപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആളാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു എന്താ പറയുന്നത് ഒരു തിടുക്കമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളെ ഞാൻ അത്രയും നോക്കി കാണുന്നുള്ളൂ. ഷെറീനി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറയുമ്പോൾ കൃത്യമായിട്ട് V.D. സതീശൻ അച്ഛന് തുല്യാണ്, സഹോദരന് തുല്യാണെന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രി നരേഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നീട് ഇപ്പോഴല്ലേ ഇപ്പൊ ഇലക്ഷന് ശേഷമല്ലേ ഇപ്പം ഈ സാധനം ഉണ്ടായിട്ടുള്ളത്. V.D. സതീശനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുഖ്യമന്ത്രി നരേഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി തുടങ്ങിയ ഒരു സമയം മുതൽ തന്നെ, അല്ലെങ്കിൽ പിണറായി സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു പകുതിക്ക് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയാം UDF വരും എന്നുള്ളൊരു രീതിയിലേക്ക് ഉറപ്പായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ V.D. സതീശനോട് തുല്യമായ സ്നേഹമാണെന്ന് അവർ പറയുമ്പോഴും അവരുടെ ഇൻറ്റൻഷൻ അതിനോട് ഒരിക്കലും ഒരു യോജിപ്പ് തോന്നിയിട്ടില്ല. ആദ്യം മുതൽക്ക് തന്നെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ലേഡി മുന്നോട്ട് വെക്കുന്ന വാദങ്ങളോട് ഒരിക്കലും യോജിപ്പ് തോന്നാത്തത്, അല്ലെങ്കിൽ ഒരു പീഡനവീരൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ താറടിച്ചേക്കാം നമ്മളെ. പക്ഷെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ രാഹുലിനെതിരെ റിനി ആൻ ജോർജ് മുന്നോട്ട് വെക്കുന്ന ഈ റിനി പറയുന്നത് പോലത്തെ ആരോപണങ്ങൾ റിനിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു അവർ റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് അവർക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ലാസ്റ്റ് ഡയലോഗ് എന്താണ്, എനിക്ക് പരാതിയില്ല, എന്നോടൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്നോട് മോശമായിട്ട് പെരുമാറി എന്നെ ഇന്നടത്തേക്ക് വിളിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പരാതിയില്ല, പരാതി കൊടുക്കാനുള്ള ധൈര്യമില്ല. അവർ പരാതി കൊടുക്കാതെ ഒരുപാട് പുകമറയത്തുള്ള ഇവിടെ ഒരു അതിജീവിതയുണ്ട്, അവിടെ ഒരു അതിജീവിതയുണ്ട്, ഇവർ വരും, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു ദൂത് മാത്രമായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ്ലി അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ കംപ്ലീറ്റ് അറ്റൻഷൻ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരാൾ എന്നതിനപ്പുറത്തേക്ക് റിനിയെ അതിനപ്പുറത്തേക്കൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആരോപണങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കുമ്പോൾ പോലും അതിനുള്ള എവിഡൻസ് ഇപ്പോൾ കോൾ റെക്കോർഡിങ്ങും മറ്റു പല കാര്യങ്ങളും പുറത്തിട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് V.D. സതീശൻ പോലും നിലപാട് ശക്തമാക്കിയത്. മീൻസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാർട്ടിയിൽ വേണ്ട എന്നുള്ള തരത്തിൽ. ഈ കോൾ റെക്കോർഡിങ്സ് ഉൾപ്പെടെയുള്ള ശക്തമായ തെളിവുകൾ എന്ന് ഫവാസ് പറഞ്ഞില്ല. റിനി പുറത്തുവിട്ട എന്ത് ശക്തമായ തെളിവുകളാണ് മുന്നോട്ട് കാണിക്കാനുള്ളത്?
ഈ കോൾ റെക്കോർഡ്സ് ഒക്കെ പറഞ്ഞു. ഒരാൾ വിളിച്ചിട്ട് പറയാണ് റിനി അങ്ങോട്ട് അയച്ച റെക്കോർഡ്സ് അല്ലെങ്കിൽ റിനി രാഹുലിന് അയച്ച മെസ്സേജസ് ശ്രീനാദേവി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് ടെലിഗ്രാമിൽ സീക്രട്ട് ചാറ്റിൽ വാന്ന് പറഞ്ഞിട്ട് രാത്രി 12:30 1 മണി ആ സമയത്തൊക്കെ 12 മണിക്ക് ശേഷം, അതായത് അർദ്ധരാത്രി സമയത്ത് രാഹുലിന് അങ്ങോട്ടാണ് റിനി മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇങ്ങോട്ടും അയച്ചിട്ടുണ്ട്. രാഹുൽ പൂർണ്ണമായിട്ടും പുണ്യാളനാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അത്യാവശ്യം നല്ല കോഴിത്തരം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ ഒരു വിഷയം മൊത്തത്തിൽ വരുമ്പോഴത്തേനും അത്യാവശ്യം അദ്ദേഹത്തെ മൊത്തം വെള്ളപൂശിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ആള് പുറത്തുവിട്ട റെക്കോർഡ്സ് ഒക്കെ എവിടെയോ കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോർഷൻസ് അല്ലാണ്ട് അതിൽ മൊത്തമായിട്ട് എങ്ങനെയാണത് കൃത്യമായൊരു എവിഡൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്ത് ശക്തമായിട്ടുള്ള എവിഡൻസ് ആണ് അവരുടെ കയ്യിലുള്ളത്? അങ്ങനെ എവിഡൻസ് ഉണ്ടെങ്കിൽ പുള്ളിക്കാരി എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാത്തത്? അവർക്ക് നേരെ അല്ല നടന്നെന്ന് പറഞ്ഞു. എനിക്ക് പരാതിയില്ല, ഞാൻ സ്ത്രീകളെ രക്ഷിക്കാൻ വന്ന അവതാരമായിട്ടാണ്. ലാസ്റ്റ് അവസാന ഘട്ടങ്ങളിൽ നേരിട്ട് പരാതി കൊടുത്തു. നേരിട്ട് പരാതി കൊടുത്തത് രാഹുലിനെതിരെയുള്ള പരാതി അല്ല കൊടുത്തത്, തന്നെ അപമാനിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി തനിക്കെതിരെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തല്ലാണ്ട് രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന റിനിയാൻ ജോർജ്. അവർ തുറന്നു തന്നെ പറഞ്ഞിട്ട് എനിക്ക് പരാതിയില്ല, എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ഞാൻ റിജക്റ്റ് ചെയ്ത ആൾക്ക് വീണ്ടും ഇങ്ങനെ ഒരാൾ നമ്മളോട് മോശമായിട്ട് സംസാരിച്ചു, റിജക്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് വീണ്ടും അയാൾ മോശമായിട്ട് തന്നെ സംസാരിക്കുമ്പോൾ ആ ചാറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യുന്നത് മാത്രമല്ല അങ്ങോട്ടേക്ക് മെസ്സേജ് ചെയ്തിട്ട് പ്ലീസ് കം ടു സീക്രട്ട് ചാറ്റ് ടെലഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആള് എന്തിൻ്റെ ബേസിസിലാണ് പരാതി കൊടുക്കുന്നത്? പരാതി കൊടുത്തത് ആരോപണം പീഡനമായിരുന്നു എന്നുണ്ടെങ്കിലും തന്നെ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തനിക്കൊരു ഒന്നും പറ്റിയിട്ടില്ല, തനിക്ക് പരാതിയില്ല, താൻ ബാക്കിയുള്ള സ്ത്രീകൾക്ക് വേണ്ടി, അതിജീവിതകൾക്ക് വേണ്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെ കരകയറ്റാൻ വേണ്ടി വന്നതാണ്. അങ്ങനത്തെ വാദങ്ങൾ മാത്രമേ റിനിയാൻ ജോർജ് ആദ്യം മുതൽ അവസാനം വരെ നടത്തിയിട്ടുള്ളൂ. ഈ ഒരു പോയിന്റിലും കണ്ടുപിടിപ്പം അതിന്റെ കൂടെ ആ ഒരു കേസുമായിട്ട് നടക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലും കണ്ടു. ധാർമ്മികമായ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ മാറ്റി നിർത്തുക എന്നുള്ള സാധനം അത് കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ആ കാര്യം. അപ്പം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല എന്നോ, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം അതുമായിട്ട് വർഷങ്ങളോളം നടക്കേണ്ടി വരും നമ്മളതിന് പിന്നാലെ. അപ്പം ആ ഒരു വ്യൂ പോയിന്റ് കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്ക് നാഴികയ്ക്ക് 24 hours അല്ല ആകെ ഒരു ദിവസമുള്ളൂ. ആ ദിവസത്തിൽ ഒരു 18 മണിക്കൂറിനടുത്തെങ്കിലും അവർ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ. ഇപ്പോഴും സ്റ്റിൽ അവർക്ക് ഒരു ഇന്റർവ്യൂ ചോദിച്ചാൽ കൊടുക്കാണ്ടിരിക്കില്ലേ? അവര് ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അവര്. അതിനപ്പുറത്തേക്ക് ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ പീഡനം എന്ന് പറയുന്നു, ഇപ്പോൾ കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫർ ചെയ്ത് സിനിമാ നടിയാക്കാം അല്ലെങ്കിൽ സിനിമയിൽ നായികയാക്കാം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. അതൊക്കെ പീഡനം. ആ ഒരു വേർഡിന് എന്താണ് അർത്ഥമുള്ളത്? ഈ പീഡിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാഗ്ദാനം നിറവേറ്റിയില്ലെങ്കിൽ അത് പീഡനമാണ്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ നായികയാക്കിയപ്പോൾ പീഡിപ്പിച്ചത് പീഡനമല്ല, പ്രതിഫലം കിട്ടി. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജോലി കൊടുക്കുന്നതിന് മുന്നേ പീഡിപ്പിച്ചു, ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ടു. അപ്പോൾ അത് പീഡനമല്ല. ജോലി കൊടുക്കുവാണെങ്കിൽ പീഡനമല്ല, ജോലി കൊടുത്തില്ലെങ്കിൽ പീഡനമാണ്. അത് പീഡനമാണോ അത് ചീറ്റിംഗ് ആണോ? അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ഇങ്ങനത്തെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള അതിജീവിതകൾക്കൊക്കെ തന്നെ അവരെ മനഃപൂർവ്വം അവരെ ഡിഫൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മൊത്തം പരസ്പര സമ്മതപ്രകാരമുള്ളതല്ലാണ്ട് ഈ ബലാത്കാരമായിട്ട് ഇങ്ങനെ ശരിക്കും എത്ര കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച് കൊല്ലുന്ന വാർത്തകൾ ദിവസേന വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ തഴഞ്ഞിട്ട് അവരുടെ ഒന്നും വാർത്തയാവാണ്ട് ഇതുപോലെയുള്ള പീഡനങ്ങൾ കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ആസ് എ മദർ എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്ന കാര്യമാണത്. സമ്മതപ്രകാരം പോയിട്ട് പിന്നീടത് അല്ലെങ്കിൽ ആ കൊടുത്ത വാക്ക് പാലിക്കാണ്ടാവുമ്പോൾ മാത്രം പീഡനമാവുന്ന പീഡനങ്ങളോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. പീഡനങ്ങൾ അല്ലെങ്കിൽ ഈ ബലാത്സംഗം അല്ല റേപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം അങ്ങനെ ശരിക്കും അങ്ങനെ വിക്ടിംസ് ആയിട്ടുള്ളവരുണ്ടല്ലോ, അതാണ് ശരിക്കും അതിജീവിതകൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇന്ന സാധനം കിട്ടും, ഭാര്യയാക്കും, ജോലി കിട്ടും, സിനിമ നായികയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് അവസാനം അത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അതായത് പ്രതിഫലം കിട്ടാണ്ട് വരുമ്പോൾ മാത്രം പീഡന പരാതി കൊടുക്കുന്നതിനോട് ആദ്യം മുതലേ എതിർപ്പാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റിനിയോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തത്. എൻ്റെ ഒരു വ്യൂ പോയിന്റ് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും റിനിയുടെ സൈഡിൽ നിന്നിട്ട് എനിക്ക് വ്യൂ പോയിന്റ് തോന്നിയിട്ടുള്ളത്. എനിക്കറിയില്ല
ചിലപ്പോൾ അത് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചും നിങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ചും എൻ്റെ ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് റിനി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ വോയിസ് റെക്കോർഡ് പുറത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു മുഴുവനായിട്ടുള്ള റെക്കോർഡ് വിട്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല അതിനെക്കുറിച്ച്. അപ്പം എനിക്ക് കിട്ടിയ ഒരു സാധനം വെച്ചിട്ടായിരിക്കും എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഈ രീതിയിലോട്ട് എത്തിയത്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് പറയുന്നു, അത് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും പിൽക്കാലത്ത് അവരത് അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പാർട്ടിയിൽ മാറ്റി നിർത്തുന്നു, പിന്നീട് MLA സ്ഥാനം തിരിച്ചെടുക്കുന്നു, ഇലക്ഷൻ നടക്കുന്നു, പല കാര്യങ്ങളൊക്കെ. അപ്പം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ലൈംഗിക പീഡനം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിനോടാണ് എതിർപ്പുണ്ടെന്ന് പറയുന്നത്. അല്ലാണ്ട് രാഹുൽ ഇങ്ങനെ ഒരേ സമയം ഒരുപാട് പെണ്ണുങ്ങളോട് ഇതുപോലത്തെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും യോജിച്ച് അല്ലെങ്കിൽ അത് നല്ലതാന്ന് പറയുന്ന ആളല്ല. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഇപ്പോൾ ഫവാസ് പറയുന്നത് പോലെ പുറത്ത് വന്ന എല്ലാ കോൾ റെക്കോർഡ്സിലും അവർ തമ്മിൽ പരസ്പര സമ്മതപ്രകാരമാണ് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന് സമ്മതിക്കുന്ന രീതിയിൽ തന്നെയാണ് ബാക്കി പോയിരിക്കുന്നത്. ഇപ്പോൾ അവസാനത്തെ ഒരു അതിജീവിതയുടെ റെക്കോർഡ് പുറത്ത് വന്നതിൽ പോലും നിർബന്ധിച്ച് അവർക്ക് ഗർഭഛിദ്രം നടത്താനായിട്ടുള്ള ഗുളിക കഴിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വായിൽ കൈയും കാലും കെട്ടിയിട്ട് കഴിപ്പിക്കുന്നല്ലോ ചെയ്തത്. ഒരാൾ കൊണ്ടേ കൊടുക്കുന്ന മെഡിസിൻ, അതിലിപ്പോൾ കൃത്യമായിട്ട് ലാസ്റ്റ് രാഹുലിന് ജാമ്യം കിട്ടിയ കോടതിയുടെ വിധിയിലകത്ത് നമ്മുടെ രാഹുലിന് അഡ്വക്കേറ്റ് കൊടുത്തിരിക്കുന്ന ഒരു എക്സിബിറ്റ് P1 or P2 കൊടുത്തിരിക്കുന്നത് തന്നെ, ആ തെളിവായിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ഈ ലാസ്റ്റ് പറയുന്ന ഗർഭഛിദ്രം നടത്തിച്ചു എന്ന് പറയുന്ന അതിജീവിത അയച്ച വോയിസ് ചാറ്റുകളും അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടുകളുമാണ്. അതിനകത്ത് കൃത്യമായിട്ടും ഈ മരുന്നുമായിട്ട് ഇന്നടുത്ത് വരണം എന്ന് പറഞ്ഞിട്ട് ഈ അതിജീവിത അയച്ചു കൊടുക്കുന്ന ലൊക്കേഷൻ മാപ്പ് വരെ അതിനകത്തുണ്ട്. അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണല്ലോ ഈ കോടതി ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിട്ടത്. അപ്പോൾ അതങ്ങനെ ലൊക്കേഷൻ തന്നിട്ട് ഞാനിവിടെ ഉണ്ട്, എനിക്കിവിടെ മരുന്ന് കൊണ്ട് തന്നാൽ മതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നിർബന്ധിത ഗർഭഛിദ്രം ആവണമെന്ന് അറിയില്ല. കോടതിയിൽ പരിധിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടന്നു കയറി അഭിപ്രായം പറയേണ്ട കാര്യം നമുക്കില്ല. പക്ഷെ അപ്പോഴും ഇത്തരം അതിജീവിതകൾക്കൊപ്പമല്ല ഞാൻ. അതിജീവിതകൾക്കൊപ്പമാണ്, പക്ഷെ രാഹുലിൻ്റെ കേസിൽ ഒരു അതിജീവിതയുടെ ഒപ്പം നിൽക്കാൻ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ വിഷയത്തെ ഭയങ്കര ഒരു സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടാൽ ഭയങ്കര ആഘോഷമാക്കി എടുത്ത ഒരാളായിട്ട് മാത്രമേ എനിക്ക് റിനി ആൻ ജോർജിനെ തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് റിനി ആൻ ജോർജിനൊപ്പമല്ല.